യാഗഭൂമിയിൽ നീണ്ട 11 മാസത്തെ കാത്തിരിപ്പിന് ശേഷം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വന്നിരിക്കുന്നു. പൂർവികന്മാർ കൈമാറി വന്ന ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടർന്നു വരുന്ന തലമുറയുണ്ടെന്ന് കണ്ടറിഞ്ഞ നിമിഷമായിരുന്നു ഇത്. വിവിധ തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള കൊട്ടിയൂരിലെ വിശേഷങ്ങളിലേക്ക് പോകാം. മഴ കുറവായത് കൊണ്ട് വാവലിപ്പുഴയിൽ ചെറിയ തോതിലുള്ള വെള്ളമേ ഉള്ളൂ. തിരുവഞ്ചിറയുടെ പരിസരം ഈ കാലഘട്ടത്തിന്റെ വികസനം വന്നിട്ടുണ്ട്. മൊത്തം കരിങ്കല്ലെല്ലാം പാവിയിട്ടുണ്ട്. പണ്ടത്തെ സ്റ്റെപ്പ് കല്ലിന്റെ സ്റ്റെപ്പ് അല്ലായിരുന്നു, അതിപ്പോ മൊത്തം കരിങ്കല്ല് പാവിയിട്ടുണ്ട്. പണി തീർന്നിട്ടില്ല, നെയ്യാട്ടത്തിന്റെ സമയം. അവിടെ കരിങ്കല്ലെല്ലാം പാവാനുണ്ട്. ഇതിന്റെ മുകളിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അട്ടിയിട്ടതിന്റെ മുകളിൽ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്സവം തുടങ്ങി. ഈ സൈഡിൽ മൊത്തം പണി കഴിഞ്ഞ് ഏകദേശം കുറച്ചേ വെക്കാനുള്ളൂ. പക്ഷെ തിരുവഞ്ചിറയുടെ മുമ്പ് വർഷം ഇപ്പോഴും കുറെ കല്ല് പാവാനും ഉണ്ട്. മണ്ണ് കൊണ്ടിട്ടിച്ച് മൊത്തം കൊളാക്കിയിട്ടുള്ള വലിയ കുണ്ടെല്ലാം കുഴിച്ചിട്ട് അവിടെ വെൽഡിങ്ങിന്റെ കാര്യമെല്ലാം പണിയെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. പക്ഷെങ്കിൽ പണ്ടത്തെ അമ്പലത്തിന്റെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. പണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു അനുഭൂതിയല്ല, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കൊട്ടിയൂർ എന്നല്ല നമ്മൾ പറയല്. പക്ഷെ ഇപ്പം മൊത്തം വികസനം, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള വികസനമായിപ്പോയി. തിരുവഞ്ചിറയിൽ മറ്റ് ചളിയും വെള്ളമല്ല ഉണ്ടാകാറുള്ളത്. ഇനിയിപ്പോൾ ചളിയും വെള്ളം അങ്ങനെ ഉണ്ടാവൂല. മൊത്തം കരിങ്കല്ല് പാവിയതുകൊണ്ട് ചളിയും വെള്ളം അധികം ഒലിച്ച് താവൂല. ഇവിടെ ഭൂമിയെ സ്പർശിക്കാണ്ട് നെയ്ക്കുംഭം കെട്ടിവെച്ച് കണ്ടു. ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലും അമ്മാറക്കല്ലിലും ചുറ്റും സ്റ്റീലിന്റെ പൈപ്പ് അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കർണാടകയിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ അമ്മാറക്കല്ലിലും ഈ വൃക്ഷത്തിന്റെ ചുവട്ടിലും ചെറിയ ചെറിയ കല്ലുകൾ അട്ടിവെക്കുക, പൈസ അതിന്റെ മുകളിൽ വെക്കുക, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കണ്ടു. പിന്നെ ഒരാൾ ചെയ്യുന്ന കണ്ടാൽ മറ്റുള്ള ആളും അത് പിന്തുടർന്നു വരുന്നു. അത് നമ്മളെ ഇവിടെയുള്ള ആൾക്കാരും അതേ പ്രകാരം പിന്നെ ചെയ്തു കണ്ടു. തിരുവഞ്ചിറയിൽ തീരെ വെള്ളമുണ്ടായിട്ടില്ല. ഇത് ഈ കാണുന്ന കുറച്ച് വെള്ളം മോട്ടോർ വെച്ച് അടിച്ചതാണ്. സ്വയംഭൂ വിഗ്രഹത്തിൽ നീണ്ട 11 മാസം അഷ്ടബന്ധത്താൽ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത്, അഥവാ നാളം തുറക്കൽ എന്നും പറയും. ഹരിനാമ സങ്കീർത്തനം കൊണ്ട് കൊട്ടിയൂരാകെ ഉണർന്നു. നിരന്തരം ഹരിനാമ സങ്കീർത്തനം ജപിക്കുന്ന ആളെ ഞാൻ ഇവിടെ കണ്ടു. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയായിരുന്നു ഇവിടുന്ന് കിട്ടിയത്.
അഷ്ടബന്ധം നീക്കിക്കഴിഞ്ഞാൽ ശാന്തിക്കാരൻ വിളിച്ചു പറയും. അതേപ്രകാരം നീ ചൂടാക്കാനുള്ള അഗ്നിയുമായി ആൾക്കാർ വരുന്നതാണ് ഇത്. നല്ല തണുപ്പുള്ള സമയം നീ കട്ടപ്പിടിക്കുമ്പോൾ ഉരുക്കാനുള്ള അഗ്നിയുമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ആചാരങ്ങളാണ് ഇതെല്ലാം. ഈ പ്രാവശ്യം മഴയില്ലാത്തത് കൊണ്ട് തണുപ്പുമില്ല, നല്ല ചൂടാണിപ്പോൾ. നല്ല ചൂടല്ല, ചെറിയ തണുപ്പുണ്ട്. ഈ പ്രാവശ്യം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വ്രതത്തോടു കൂടി 2000-ലധികം ആൾക്കാർ കൊട്ടിയൂരിൽ നെയ്യമൃതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്വയംഭൂ വിഗ്രഹത്തിൽ ഈ കാണുന്ന 2 വലിയ കുംഭത്തിലുള്ള നെയ്യ് ആടിക്കഴിഞ്ഞാലാണ് ചെറിയ കുംഭത്തിലുള്ള നെയ്യ് ആടാറുള്ളത്.
കൊട്ടിയൂരിൽ മണിത്തറയുടെ നമ്മളെ സ്വയംഭൂ വിഗ്രഹമുള്ള മഹാദേവന്റെ സ്ഥലത്ത് ചെറിയ വെളിച്ചത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ക്ലിയർ കുറവായിട്ട് അവിടെ കാണുന്നത്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ആൾക്കാർ നെയ്യാട്ടത്തിന് കുറവായിരുന്നു. എന്നിട്ടും ആൾക്കാർ പെരുമാളെ ഫസ്റ്റ് കാണണമെന്ന് ഷാഢ്യം പിടിച്ച് ഉന്തും തിരക്കുമാക്കുന്നതാണ് ഈ കാണുന്നത്. ആകെ അത്രേ ആൾക്കാരുള്ളൂ. ഫസ്റ്റ് എനിക്കെന്നെ പെരുമാളെ കാണണമെന്ന് പറഞ്ഞ് ഷാഢ്യം പിടിച്ച് ഉന്തും തള്ളും ആക്കുന്നതാണ് ഈ കാണുന്നത്. ചെറിയ ക്ഷമ വരെ ഇല്ലാത്ത ഭക്തന്മാരുടെ ഗുസ്തിപിടുത്തമാണ് ഈ കാണുന്നത്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടിക്ക് അവിടെയുള്ള ആൾക്കാർ പാടുപെടുന്നുണ്ട്. എല്ലാം അറിയുന്ന ആ മഹാദേവന്റെ സന്നിധിയിൽ തന്നെ പോയിട്ട് ഭക്തനാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഉന്തും തള്ളും ആക്കിയിട്ട് കാര്യമുണ്ടോ? എവിടെ പോയാലും അവിടുത്തെ ആ റൂള് ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മൾ ഇത്രയും ദൂരം പോയിട്ട് അവിടുന്ന് ഇങ്ങനെയുള്ള കളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ശാന്തമായി തൊഴുതു വരിക.